ത്രിലോക് ഒന്ന് നിശ്വാസമെടുത്ത് ഡോർ മെല്ലെ തള്ളി. സമയം 1:30 ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ ബെഡിൽ കിടക്കുന്നവളെ കണ്ട് ത്രിലോക് നിന്നുപോയി. അടിയേ. ത്രിലോക് 2 കൈകൊണ്ടും അവളുടെ മുഖം ഒഴിഞ്ഞ് ചെന്നിയുടെ ഇരുവശത്തും വെല്ലുകൾ മടക്കി പൊട്ടിച്ചു. ബെഡിൽ കൈകുത്തി ആ കൈയിൽ മുഖം താങ്ങി അവളെ നോക്കി മുട്ടിലിരുന്നു പോയി. വൈച്ചു മെല്ലെ വിളിച്ചപ്പോൾ തന്നെ കണ്ണുകൾ ചിമ്മി തുറന്നു. ത്രിലോക്. ശാന്തമായ സ്വരം. ത്രിലോക് മൂളിയതും വൈദുവിന്റെ കണ്ണുകൾ വിടർന്നു. ത്രിലോക്. അവൾ ഉച്ചത്തിൽ പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു. എന്താ? ത്രിലോക് വേഗം അവളുടെ കയ്യിൽ പിടിച്ചു. ഒന്നുമില്ല, ഞാൻ സ്വപ്നമാണെന്ന് കരുതി. വൈദു അവന്റെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. എങ്ങനെ വന്നു? എപ്പോ വന്നു? നീയൊന്ന് നിർത്തി ചോദിക്കി. ഓ, എപ്പോ വന്നു? ജസ്റ്റ് നൗ. ത്രിലോക് അവളോട് ചേർന്നിരുന്നു. കഴിച്ചോ? വൈദു അവന്റെ തോളിലൂടെ കൈയിട്ടു. ത്രിലോക് ഷോൾഡർ ഒന്ന് ചരിച്ചു. എന്താ? എന്തു പറ്റി? വൈദു അവന്റെ ഷോൾഡറിൽ പിടിച്ചു നോക്കി. ഏയ്, ഒന്നുമില്ലടാ. ഓഫീസിലൊന്ന് സ്ലിപ്പായതാ. ക്ലാസ്സിൽ പോയ വീണത് പൊട്ടി. ദാ. കയ്യിൽ ഡ്രസ് ചെയ്ത മുറിവ് കാണിച്ചു കൊടുത്തപ്പോൾ വൈദുവിന് സംശയം തോന്നി. സത്യമായിട്ടും സ്ലിപ്പായതാണോ? പിന്നല്ലാതെ. നീ ചോദിക്കുന്ന കേട്ടതൊന്നും ഞാനെന്തോ അടിയുണ്ടാക്കി കത്തി കുത്തിയിറക്കിയതാണെന്ന് ത്രിലോക് എറിവിച്ചു. അങ്ങനെയൊന്നും അല്ലാതിരുന്നാൽ മതി. അതുപോട്ടെ, നീ എന്താ കാണാൻ തോന്നുന്നുവെന്ന് പറഞ്ഞേ. എന്തോ മനസ്സിനൊരു പേടി. എന്തിന്? ചോദിക്കുന്നതിനൊപ്പം അവൻ ചിരിച്ചു. എന്തിനാണെന്ന് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കൊച്ചുതലയിൽ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കേണ്ട. ത്രിലോക് അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അല്ല, എന്താ ഉദ്ദേശം? വൈദു ചോദിച്ചു. എന്തായാലും വന്നതല്ലേ, ഒന്ന് മുതലാക്കാം, ത്രിലോക് പറഞ്ഞു. മനസ്സിലായില്ല. അല്ലെങ്കിലും നിനക്ക് എന്താ മനസ്സിലായിട്ടുള്ളേ? ത്രിലോക് ചോദിച്ചിട്ട് അവളുടെ ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചു. വൈദു പെട്ടെന്ന് നിശ്ചലമായി. ത്രിലോകിന്റെ മിനുസമാർന്ന ചുണ്ടുകൾ വൈദുവിന്റെ ചുണ്ടുകളെ മുഴുവനായി നുണഞ്ഞു. വളരെ നാളുകൾക്ക് ശേഷമുള്ള ചുംബനത്തിൽ ഇരുവരുടെയും കണ്ണീരും കൂടി കലർന്നു. കരയരുത്. ത്രിലോക് മുഖമുയർത്തി അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. വൈദു ചിരിയോടെ അവന്റെ ഷർട്ടിൽ വലിച്ച് ചുണ്ടുകൾ കവർന്നു. ഉടയാടകൾ അവരിൽ നിന്നും വേർപെട്ടു. വളരെ കാലത്തെ ത്രിലോകിന്റെ സ്നേഹപരിഭവങ്ങൾ ശക്തമായിരുന്നു. എത്ര നുകർന്നിട്ടും മതിവരാത്ത പോലെ ത്രിലോക് അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു നടന്നു. അവളുടെ നട്ടെല്ലിലൂടെ വിരലുകൾ കൊണ്ട് അവൻ ചിത്രം വരച്ചു. എന്തൊരു സോഫ്റ്റാണ് നീ, അവൻ ചെവിയിൽ പറഞ്ഞു. അവൾ ഒന്നുകൂടി അവന്റെ മേലിൽ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം ആകമാനം ചുംബിച്ച് ഇതളുകളെ നുണഞ്ഞു. പിന്നെ നാവ് ചേർത്ത് ദീർഘനേരം ചുംബിച്ചു. വായിച്ചു കുറുകിക്കൊണ്ട് അവന്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു. അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ അമർന്നു. അവൻ അവളുടെ കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തുന്നതിനോടൊപ്പം അവയിൽ നാവുകൊണ്ട് ഒന്ന് അമർത്തി തടവി. അവളിൽ നിന്നും സീൽക്കാരത്തോടെയുള്ള ശബ്ദം പുറപ്പെട്ടു. അവൻ നൽകുന്ന ചുംബനത്തിൽ സ്വയം തളർന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ അവന്റെ മേൽചുണ്ടിൽ നിന്നും പിടിവിട്ടുകൊണ്ട് കിതപ്പോടെ അവനെ ചേർത്ത് പിടിച്ചു. അതേ നിമിഷം അവൻ അവളുടെ നാവിനെ നുണഞ്ഞു തുടങ്ങി. അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കൈകൾ അവളുടെ കഴുത്തിലൂടെ എഴിഞ്ഞുകൊണ്ട് അവളുടെ ഇടനുമാറിൽ തഴുകി. വായിച്ചു വിയർക്കാൻ തുടങ്ങി. ത്രിലോക് അവന്റെ ചുണ്ടുകൾ അവളുടെ നാവിൽ നിന്നും പിടിവിട്ട നിമിഷം അവൾ കിതച്ചുകൊണ്ട് അവനെ വിളിച്ചു. ത്രിലോക്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി അവിടെ അമർത്തി ചുംബിച്ചു. അവൾ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി. അവളുടെ മാറുകൾ അവന്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു. അവന്റെ രക്തം ചൂട് പിടിച്ചു. വഹിച്ചു കിതച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ശ്വാസം കിട്ടാത്തത് പോലെ തോന്നി. അവൻ പ്രണയവും കാമവും നിറഞ്ഞ ശബ്ദത്തോടെ അവളെ വിളിച്ചു. അവൾ വികാരത്തോടെ മൂളി. അവൻ അവളുടെ മാറിലേക്ക് നോക്കി. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അവൻ പതിയെ അവളിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് അവളുടെ മാറിനെ ചുംബിച്ചുണർത്തി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടവും അവളുടെ മുഖത്തേക്ക് പോയ നിമിഷം അവൾ അവന്റെ മുഖം അവളുടെ മാറിലേക്ക് പിടിച്ചമർത്തി കണ്ണുകൾ അടച്ചു. അവൻ അവന്റെ നാവ് അവളുടെ പൊക്കിൾ ചുഴിക്കുള്ളിലേക്ക് ഇറക്കി. വികാരങ്ങൾ രണ്ടുപേരിലും ഒരുപോലെ ആളിപ്പടർന്നു. ഇതിനിടയിൽ അനുസരണയില്ലാത്ത അവന്റെ കൈകൾ അവളുടെ അഴകളവോൾ അളന്നെടുത്തു. അവന്റെ പ്രണയച്ചുടിൽ അവൾ ഉരുകിപ്പോയി. കഴുത്തിലൂടെ പിന്നെ തന്റെ മാറിലും വയറിലുമെല്ലാം അവന്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു. വിരലുകൾ കളി പറഞ്ഞും ചുണ്ടുകൾ മേനിയെ നുകർന്നും പല്ലുകൾ തീർത്ത ചിത്രങ്ങൾ അവളുടെ ശരീരത്തിൽ തെളിഞ്ഞു. അവളിലേക്ക് ശക്തമായി ആഴ്ന്നിറങ്ങുമ്പോൾ കഴുത്ത് വെട്ടിച്ച് ചുണ്ടുകൾ ഉള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച അവളുടെ ഓരോ ഭാവങ്ങളും അവന്റെ മിഴികൾ ഒപ്പി. കീഴ്ചുണ്ട് ഒന്നുകൂടെ നുകർന്നുകൊണ്ട് നെറ്റിയിലൊന്ന് ചുംബിച്ച് ത്രിലോക് നേരെ കിടന്നു. മലർന്നു കിടന്ന് കിതപ്പടക്കുന്നവളെ അവന്റെ കൈയിലേക്ക് കയറ്റിക്കിടത്തി. ലവ് യു വൈച്ചു.
ത്രിലോക് അവളുടെ മുഖത്തേക്ക് നോക്കി വയറു ചെറു ചിരിയോടെ മുഖം താഴ്ത്തി അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു. അജ് വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരമായി. 7 മണിയായിട്ടും ത്രിലോക് ജോഗിങ് കഴിഞ്ഞ് വന്നിട്ടില്ല. ത്രിലോക് കാറിൽ നിന്ന് ഇറങ്ങിയതും തൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി കാർ അവനെ കടന്നുപോയി. ചെറിയ ഇടവഴിയിൽ നിന്ന് ത്രിലോക് മെയിൻ റോഡിലേക്ക് കയറി. ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തിരുകി മ്യൂസിക് ഓൺ ചെയ്തു. അജു ഒന്നുകൂടെ ഉമ്മർത്ത് വന്ന് നോക്കി. ഗേറ്റ് കടന്നു വരുന്നുണ്ട്, നല്ലപോലെ വിയർത്തിട്ട്. എന്താടാ ഫോൺ എടുക്കാത്തെ? അജു ചോദിച്ചു. എന്തേ? ഒന്നുമില്ല, എന്തോ ചെറിയ പേടി. രാവിലെ തന്നെ നിന്നെ കാണാതായപ്പോൾ. ഞാൻ 5:30 ജോഗിങ്ങിന് പോകുമെന്ന് നിനക്കറിഞ്ഞൂടെ? ത്രിലോക് ചോദിച്ചു. അതല്ലടാ, ഇന്നലെ മുതൽ എന്തോ ടെൻഷൻ, അജു പറഞ്ഞു. നെമി ഡിസ്ചാർജ് ആയോ? ഞങ്ങൾ 6:30 ആയപ്പോൾ എത്തി. ഡോക്ടർ എന്തു പറഞ്ഞു? ഡോക്ടർ ഡിസ്ചാർജ് തന്നു, അല്ലാതെ എന്തു പറയാൻ, അജു പറഞ്ഞു. നിനക്ക് എന്ത് പറ്റി? ത്രിലോക് നെറ്റി ചുളിച്ചു. എനിക്കല്ല, അവൾക്ക്. ഇപ്പോൾ ഈ കല്യാണമൊന്നും വേണ്ടെന്ന് അവൾ പറയുന്നേ. അജു ദേഷ്യത്തോടെ സോഫയിലേക്ക് ഇരുന്നു. എനിക്കും അത് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു, ത്രിലോക് പറഞ്ഞു. ശാന്തി വേഗം ചായയുമായി വന്നു. ത്രിലോക് അവരെ നോക്കി പുഞ്ചിരിച്ച് ചായ വാങ്ങി. അവൻ്റെ മുഖത്ത് തെളിച്ചം കണ്ടതും ശാന്തി ഉള്ളിലേക്ക് കയറി. എന്നാലും മോളെക്കുറിച്ച് ഒന്ന് ചോദിക്കണം. അജയ് അവിടെ ഉള്ളത് കൊണ്ട് നടക്കില്ല. ത്രിലോക് ഫ്രഷായി ഇറങ്ങിയിട്ടും വിഷ്ണു നല്ല ഉറക്കത്തിലാണ്. അവൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിക്കാൻ ചെന്നു. ഡൈനിങ് ടേബിളിൽ നെമിയും അജിയും ഉണ്ടായിരുന്നു. ശാന്തി അവർക്ക് ദോശയും സാമ്പാറും വിളമ്പി. അജിയുടെ മുഖത്ത് ഇപ്പോഴും തെളിച്ചമില്ല. നെമിയാണെങ്കിൽ അജിയെ നോക്കിയാണ് ഇരിക്കുന്നത്. ത്രിലോക് രണ്ടാളെയും നോക്കി കഴിക്കായിരുന്നു. ആദ്യം നീ അപ്പച്ചിയുടെ മനസ്സിലുള്ള ദേഷ്യമൊന്ന് മാറ്റിയെടുക്ക്. അപ്പച്ചിയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കും, ത്രിലോക് പറഞ്ഞു. അജയ് ഇത് സമ്മതിച്ച മട്ടിൽ ഒന്ന് മൂളി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. നിയമയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന മട്ടായിരുന്നു ത്രിലോകിന്. രാത്രി വൈദ്യുവിനെ കാണാൻ പോകുന്ന പോക്കൊന്നും കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഒരു ദിവസം രേഷ്മ ത്രിലോകിനെ കാണാൻ എത്തി. ഓഫീസിലേക്കായിരുന്നു വന്നത്. എന്താ? ത്രിലോക് ചോദിച്ചു. വിസിറ്റ് മുറിയിലിരുന്ന രേഷ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്താ വന്നത്? സൗമ്യമായ അവൻ്റെ ചോദ്യം കേട്ട് രേഷ്മ കണ്ണുമിഴിച്ചു. സാധാരണ ത്രിലോക് നല്ലപോലെ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് പിന്നെ രേഷ്മ നിന്ന് പരുങ്ങി. പറഞ്ഞു. അവൻ ശാന്തമായി പറഞ്ഞു കേട്ട് രേഷ്മയ്ക്ക് അല്പം ധൈര്യം തോന്നി. അത് വൈദേഹി പോയിട്ട് 6 മാസത്തോളം കഴിഞ്ഞില്ലേ? നീ ഇനിയും ചെറുപ്പമാണ്. വെറുതെ ജീവിതം കളയരുത്. മറ്റൊരു വിവാഹം കഴിച്ച് നല്ലപോലെ ജീവിക്കണം, രേഷ്മ പറഞ്ഞു. ഇത് പറയാനാണോ വന്നത്? എൻ്റെ മുന്നിൽ കിടന്ന് നശിക്കുമ്പോൾ സഹിക്കുന്നില്ല. നൊന്തുപെറ്റ വയറല്ലേ? രേഷ്മ കണ്ണു നിറച്ചു. ത്രിലോക് വേഗം തിരിഞ്ഞു നിന്നു. കരയണ്ട, കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? രേഷ്മ വേഗം കണ്ണു തുടച്ച് ത്രിലോകിനെ അത്ഭുതത്തോടെ നോക്കി. ഒന്നും വേണ്ട. രേഷ്മ മുഖം തുടച്ച് പുറത്തേക്ക് ഇറങ്ങി. ത്രിലോക് പുച്ഛത്തോടെ ചിരിച്ചു. അജിയോട് പറഞ്ഞപ്പോൾ അവൻ ചൂടായി. എന്നാലും രേഷ്മ പറഞ്ഞത് അവന് ശരിവെച്ചു. ത്രിലോക് അതിന് വേദനയോടെ ചിരിച്ചേ ഉള്ളൂ. ഇപ്പോൾ തന്നെ മറ്റൊരു വിവാഹം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറക്കാൻ സമയമെടുക്കും, പക്ഷേ മറക്കണം, അജു പറഞ്ഞു. ത്രിലോക് താല്പര്യമില്ലാതെ മൂളി എഴുന്നേറ്റു. അന്ന് രാത്രി വൈദ്യുവിനോട് എല്ലാം പറയുമെന്ന് കരുതിയെങ്കിലും പറഞ്ഞില്ല. പിന്നെ അത് മതി പറഞ്ഞു പിണങ്ങാൻ. ഇപ്പോൾ വിളിക്കാൻ വൈകിയപ്പോലും പിണക്കമാണ്. ചില സമയത്ത് ചിരി വരും. ഇങ്ങനെയുള്ള ഭാര്യയാണോ അപ്പോൾ തന്നിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചത്? ഇടയ്ക്ക് മുരുകൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കും. അന്നും കുറേ സംസാരിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ അപ്പച്ചി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഓഫീസിലെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം മോഹിനി നിശബ്ദമായി. അപ്പച്ചിക്ക് എന്നോട് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ത്രിലോക് ചോദിച്ചു. രേഷ്മ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? മോഹിനി ചോദിച്ചു. എന്തു പറഞ്ഞു? ത്രിലോക് രേഷ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മോഹിനിയോട് പറഞ്ഞു. ഓഹോ, അത്രയ്ക്കായോ? ഇതിലും ചെറുപ്പത്തിൽ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ അവൾക്ക് ഈ സങ്കടമൊന്നുമില്ലായിരുന്നല്ലോ. മോഹിനി ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഏയ് അപ്പച്ചി, ത്രിലോക് അവരുടെ തോളിൽ സമാധാനത്തോടെ ചേർത്ത് പിടിച്ചു. അവരങ്ങനെ വല്ലതും ഒന്ന് പറഞ്ഞെന്ന് കരുതി ഞാൻ അനുസരിക്കോ? പിന്നെ പണ്ടത്തെ പോലെ ആരോട് ദേഷ്യമില്ല. ഞാൻ ഒറ്റയ്ക്കായില്ലേ? എങ്ങനെയോ ജീവിച്ചു പോകുന്നു. ആത്മാവ് തന്നെ പോയില്ലേ? ഉള്ളത് വെറും ജീവൻ മാത്രം. അപ്പോൾ ഞങ്ങളൊക്കെ നിന്റെ ആരാ? ഭാര്യ മരിച്ചെന്ന് കരുതി സങ്കടപ്പെട്ട് നടന്നതൊക്കെ മതി. എനിക്കും വിഷമമുണ്ട്. നീ ഇങ്ങനെ കിടന്ന് ഒരുങ്ങുന്ന കാണുമ്പോൾ. വളർത്തിയ ഒരു മകനോ എന്നെ അനുസരിച്ചില്ല. നീയും അങ്ങനെയാണോ? ഏയ്, അപ്പച്ചി എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? അപ്പച്ചി പറഞ്ഞ ഏത് കാര്യമാ ഞാൻ അനുസരിക്കാത്തത്? എന്നാൽ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കോ? അനുസരിക്കാം, അപ്പച്ചി എന്ത് പറഞ്ഞാലും. ത്രിലോക് മോഹിനിയുടെ കൈക്ക് മേലെ കൈവച്ചു. മോഹിനി കണ്ണുകൾ തുടച്ചു. ഉറപ്പല്ലേ? ഉറപ്പ്. നീ ഉടനെ മറ്റൊരു വിവാഹം കഴിക്കണം. അത് ഞാൻ പറയുന്ന പെൺകുട്ടിയെ. സമ്മതിക്കോ? മോഹിനി ചോദിച്ചു.
ത്രിലോക് ഞെട്ടലോടെ മോഹിനിയെ നോക്കി. അപ്പച്ചി, നീ വാക്ക് തന്നതല്ലേ, അതോ എന്നെയും നീ പറ്റിക്കാണോ? മോഹിനി കണ്ണുകൾ തുടച്ചു. ഇല്ല അപ്പച്ചി, എനിക്ക് സമ്മതമാ, ഉറപ്പായും. അപ്പച്ചിക്ക് തന്ന വാക്കാണ് എനിക്ക് വലുത്, ത്രിലോക് പറഞ്ഞു. മോഹിനി സന്തോഷത്തോടെ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. സന്തോഷായി. മോഹിനി സന്തോഷം അടക്കാനാവാതെ പുറത്തേക്കിറങ്ങി. ത്രിലോക് തിരിഞ്ഞ് ഗ്ലാസ് വിൻഡോയിലൂടെ അവർ പോകുന്നത് നോക്കി നിന്നപ്പോഴാണ് മുരുകൻ്റെ കോൾ വന്നത്. എന്താ മുരുക? ഞാൻ മാഡത്തിൻ്റെ അടുത്തുണ്ട്. കൊടുക്ക്, ത്രിലോക് പറഞ്ഞു. പറ വച്ചു. യു ആർ ഗോയിങ് ടു ബി എ ഫാദർ. വളരെ ശാന്തമായി വൈദമൊഴിഞ്ഞതും ത്രിലോക് ഞെട്ടി. വാട്ട്? ത്രിലോകിൻ്റെ മുഖം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും വിടർന്നു.